എല്ലാം തെളിവ് സഹിതമാണ്. എല്ലാവരും പങ്കെടുക്കുക. വ്യാപാരി വ്യവസായിയുടെ മാത്തൂർ യൂണിറ്റിൻ്റെ പുതിയ അമരക്കാരെ തിരഞ്ഞെടുക്കാനുള്ള ഭാഗമായിട്ട് കൂടാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി 2 വാക്ക് നമ്മുടെ വിവേകേട്ടൻ്റെ അടുത്ത് സംസാരിക്കാൻ പോകുന്നത്. മാത്തൂർ യൂണിറ്റിൻ്റെ 2 വർഷത്തിലൊരിക്കലുള്ള യൂണിറ്റ് ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതിനായിട്ടുള്ള പരിപാടിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. തെളിവ് സഹിതമാണ്. പരിപാടി ആരംഭിക്കുകയാണ്. മറ്റ് സാമൂഹ്യ പ്രവർത്തകരും നമ്മളെ വിട്ട് തിരിഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഒരു മിനിറ്റ്. യൂണിറ്റ് ജനറൽ സെക്രട്ടറി സൈനുദ്ദീൻ ഷെയ്ഖ്, വ്യാപാരി സുഹൃത്തുക്കളെ, നമ്മളിന്നോട് കൂടിയിരിക്കുന്നത് 2 വർഷത്തിലൊരിക്കൽ നടത്തി വരാറുള്ള ജനറൽ ബോഡി യോഗമാണ്. നമ്മൾ ഇന്നിവിടെ ഭരണസമിതിക്കും ഇതുപോലെ നല്ല സപ്പോർട്ട് നൽകിക്കൊണ്ട് നമ്മുടെ യൂണിറ്റിനെ ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു യൂണിറ്റായി എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അതിലുണ്ടാവണം. നമ്മുടെ ജില്ലയിൽ മാത്തൂർ യൂണിറ്റ് ആക്റ്റീവാണെന്നുള്ളൊരു അഭിപ്രായം ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒക്കെ അല്ലേ? ഫീസ് 2025-2026 കാലഘട്ടത്തില് ട്രാവൽ എക്സ്പെൻസ് 2005 ജെയിംസേട്ടനെ നമ്മുടെ ജില്ലാ സെക്രട്ടറിയും നിയോജകമണ്ഡലം പ്രസിഡന്റുമായ ശ്രീ രാജ്, ഇത്രയും ആൾക്കാര് സംഘടനകളുടെ സ്നേഹം കൊണ്ട് മാത്രമാണ് ഇവിടെ എത്തിച്ചത്. ഇവിടെ നടക്കട്ടെ, അതിലെല്ലാ ആശംസകളും നേരുന്നു. ഈ യോഗം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് വ്യാപാരം. യോഗത്തിന്റെ അധ്യക്ഷൻ സ്വാഗതം ആശംസിച്ച സൈനുദ്ദീൻ, എനിക്ക് ഒന്ന് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നി. നമുക്ക് ഒരു സംഘടനാ പ്രവർത്തനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 കൊല്ലം കൂടുമ്പോഴാണ് 2 കൊല്ലത്തെ പരിപാടി എന്ന് പറയുന്നത്. 2 കൊല്ലം പരിപാടിയിൽ 2 പേജെങ്കിലും ചെറിയ യൂണിറ്റുകളെങ്കിലും നിങ്ങളുടെ പരിപാടികളെ പറ്റി വിശദീകരിച്ച് പുതിയതായി പ്രസിഡന്റായി തെരഞ്ഞെടുത്ത വിവേകിനെ തെരഞ്ഞെടുത്തായി പ്രഖ്യാപിക്കുന്നു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മാത്തൂർ യൂണിറ്റ് അംഗമായ ഞാൻ എന്നിൽ അർപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം ഏകോപന സമിതിയുടെ വളർച്ചയ്ക്കും കൂടുതൽ മാറ്റം എന്തെങ്കിലും വരുത്തണമെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് പറയാം. സൈനുദ്ദീൻ, അനീഷ്, വാരിസ്, സിദ്ധാർത്ഥൻ, സുനിൽകുമാറിനെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജനറൽ സെക്രട്ടറി ആയിട്ട് സുനിൽകുമാറിനെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. വ്യാപാരിയായ സുദേവേട്ടനെ നമ്മുടെ രക്ഷാധികാരിയായിട്ട് അപ്പൊ നമുക്ക് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തു, ജനറൽ സെക്രട്ടറി, ട്രഷററായി 2 വൈസ് പ്രസിഡന്റുമാരും 2 ജോയിന്റ് സെക്രട്ടറി. അപ്പൊ ഒരു രക്ഷാധികാരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നല്ലൊരു കയ്യടി കൊടുക്കും. പുതിയ കമ്മിറ്റി നല്ല രീതിയിൽ തന്നെ മേൽക്കൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ ഭാരവാഹികൾ കൃത്യമായി തന്നെ പങ്കെടുത്തുകൊണ്ട് സംഘടനാ പ്രവർത്തനം നല്ല രീതിയിൽ നടന്നു. നല്ല രീതിയിലുള്ള സംഘടനയുടെ പ്രസിഡന്റായിട്ട് വിവേകേട്ടൻ ഇവിടെ നല്ല രീതിയിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. ചെറിയ ചെറിയ കുറവുകൾ വന്നത് നമ്മൾ അടുത്തൊരു മീറ്റിംഗിൽ വിളിച്ച് നമ്മുടെ ഒരു ജനറൽ ബോർഡ് മീറ്റിംഗ് വരുന്നുണ്ട്. വിവേകേട്ടൻ നമ്മൾ കാണിച്ചു കൊടുക്കുന്നതാണ്. വിവേകേട്ടൻ അത് പഠിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ നല്ലൊരു സംഘടനാ പ്രവർത്തനം നടത്തുമെന്ന് ആശംസിക്കുന്നു. അടുത്തത് മണ്ഡലത്തിന്റെ ജനറൽ സെക്രട്ടറി ആകാശവാണ്. നമ്മുടെ അധ്യക്ഷൻ നമ്മുടെ ഉദ്ഘാടക പഴയ ടീമാണെങ്കിലും അതിനൊന്ന് വാർത്തെടുത്ത് 13 അംഗങ്ങൾ എടുക്കാൻ പറ്റുന്നതാണ്. അതിലേക്ക് ഒരു മാറ്റം ഉണ്ടാക്കണം. അതിലെല്ലാവരും പങ്കുചേരണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മടിച്ചു നിൽക്കാം. അപ്പൊ നമുക്ക് യോഗം അവസാനിക്കാൻ പോവുകയാണ്. നമുക്ക് നന്ദി പറയാൻ വേണ്ടി നിങ്ങളുടെ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട യൂണിറ്റിന്റെ രക്ഷാധികാരി സുദേവേട്ടനെ ക്ഷണിക്കും. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ജില്ലാ നിയോജക മണ്ഡലം ഭാരവാഹികളും മറ്റ് പ്രതിനിധികളും
ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാ വ്യാപാരി സുഹൃത്തുക്കൾക്കും ഈ മാത്തൂർ യൂണിറ്റിൻ്റെ പേരിൽ എൻ്റെ സ്വന്തം പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ യോഗം അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു. നമ്മുടെ സീനിയർ വ്യാപാരി എന്ന നിലയ്ക്ക് ബാബുവിനെ ക്ഷണിക്കണം. അപ്പം നമ്മുടെ വ്യാപാരി വ്യവസായിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. അപ്പം ഞങ്ങളുടെ വ്യാപാരി വ്യവസായിൻ്റെ പരിപാടിയൊക്കെ ഗംഭീരമാക്കിയതിന് എല്ലാവർക്കും നന്ദി പറയണേ. ഒരിക്കൽ കൂടി മഴയൊക്കെ നല്ല കോളുണ്ട്, അതുകൊണ്ടാണ് എല്ലാവരും പോകണം. ഓക്കെ ബസ്. ഓക്കെ ശരി. ഓക്കെ ഓക്കെ.